കരഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി മുത്തച്ഛന്റെ അടുത്തേക്ക് വന്നു. ഞാൻ മത്സരത്തിൽ വീണ്ടും തോറ്റു, എനിക്ക് ജയിക്കാനാവില്ല. അവളുടെ ശബ്ദം വിറയ്ക്കുന്നു. മുത്തശ്ശൻ അവളുടെ കൈപിടിച്ച് അവളെ ഒരു ചെറിയ പൂന്തോട്ടത്തിലേക്ക് നയിച്ചു. അവിടെ ഒരു ചെറിയൊരു ഇലയിലുള്ള കാറ്റർപില്ലറെ ചൂണ്ടിക്കാണിച്ചു. ഈ കാറ്റർപില്ലറിനെ എല്ലാ ദിവസവും നിരീക്ഷിക്കുക. പെൺകുട്ടി ദിവസവും കാറ്റർപില്ലറിനെ സന്ദർശിച്ചു. അത് വെയിലിലും പൊടിയിലും കാറ്റിലും ഉലയാതെ നിന്നു. അത് ബലഹീനതകളിലല്ല, ശക്തിയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് അവൾ മനസ്സിലാക്കാൻ തുടങ്ങി. ദിവസങ്ങൾ ആഴ്ചകളായി കാറ്റർപില്ലർ രൂപാന്തരപ്പെടാൻ തുടങ്ങി. അതിന്റെ ശരീരം മെല്ലെ മെല്ലെ മനോഹരമായ പൂമ്പാറ്റയായി മാറാൻ തുടങ്ങി. ഒരു ദിവസം രാവിലെ അതിനെ കാണാനുള്ള ആകാംക്ഷയോടെ പെൺകുട്ടി തോട്ടത്തിലേക്ക് ഓടി. എന്നാൽ പകരം അവൾ ഒരു പുഷ്പത്തിൽ അത്ഭുതകരമായ ഒരു ചിത്രശലഭത്തെ കണ്ടെത്തി. അതിന്റെ അതിമനോഹരമായ ചിറകുകൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങി. പെൺകുട്ടിയുടെ കണ്ണുകൾ അത്ഭുതത്താൽ വിടർന്നു. അവളുടെ മുത്തച്ഛൻ പുഞ്ചിരിച്ചു. നോക്കൂ കുഞ്ഞേ, നാമെല്ലാവരും ഈ ചിത്രശലഭത്തെ പോലെയാണ്. നമ്മൾ ചെറുതാണെന്നും നിസ്സാരമെന്നും തോന്നാം, പക്ഷേ പരിശ്രമിച്ചാൽ ജയിക്കാനുള്ള ശക്തി നമുക്കുണ്ട്. സ്വർണം കരിയിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുന്നു. ചെളി നിറഞ്ഞ വെള്ളത്തിൽ നിന്ന് താമര വിരിയുന്നു. ചെറിയ പുഴുക്കളിൽ നിന്ന് ചിത്രശലഭങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. നമുക്കും നമ്മുടെ വെല്ലുവിളികളെ മറികടന്ന് വിജയത്തിലേക്ക് കടക്കാൻ സ്വയം വിശ്വാസവും പരിശ്രമവും ആവശ്യമാണ്. പെൺകുട്ടി അവളുടെ മുത്തച്ഛനെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഒരു പുതിയ ആത്മവിശ്വാസം, നിശ്ചയദാർഢ്യവും നിറഞ്ഞു. മുത്തച്ഛൻ അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് കഴിയുമെന്ന് എനിക്കറിയാം. സ്വയം വിശ്വസിക്കൂ. നിനക്ക് തോൽക്കാൻ കഴിയില്ല. ഓരോ പ്രഭാതവും നിങ്ങളുടെ ചിറകുകൾ വിടർത്താനും തിളങ്ങാനും പുതിയ അവസരങ്ങൾ നൽകുന്നു. സ്വയം വിശ്വസിക്കുക, പരിശ്രമിക്കുക. ഗുഡ് മോർണിംഗ്.